ഇങ്ങനെ ഒരു സദസ്സിനോട് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് ഇത്തരമൊരു സംസാരം നടത്തുന്നത് ഒരുപക്ഷെ ഏറ്റവും ഭീകരമായിരിക്കാം. പക്ഷേ പറയേണ്ടി വരുന്ന കാര്യങ്ങൾ അതിലേറെ ഭീകരമായി നൂറ്റാണ്ടുകളായി മനുഷ്യജീവികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്നതിനാൽ ഈ ഒരു ചെറിയ സമയം നിങ്ങളും ഞാനും കൂടി സംവദിക്കാൻ എടുക്കുന്നത് അത്രമേൽ മോശമാകില്ല എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കാം. ഞാനിവിടെ വരുമ്പോൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കുമോ ഇത് എന്ന് എനിക്കറിയില്ല. കാരണം വരുമ്പോൾ ഉദ്ദേശിച്ചതൊരു സംവാദ സാധ്യതയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത പ്രഭാഷണങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യതിരിക്തത കൊണ്ട് തന്നെ ആളുകൾക്ക് സംവദിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ സാവകാശമോ ലഭിക്കാത്ത വിധം ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രസൻറ്റേഷനും കടന്നു പോവുക. എന്നാലും സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ചിലതൊക്കെ നമ്മുടെ തലയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീടുള്ള ജീവിതത്തിലേക്ക്, പിന്നീടുള്ള അല്ലെങ്കിൽ നാളെ മുതലോ അല്ലെങ്കിൽ ഈ സംവാദത്തിന് ശേഷമുള്ള ജീവിത സന്ദർഭങ്ങളിലേക്കോ ഏതെങ്കിലും തരത്തിൽ വെളിച്ചം ആകട്ടെ എന്ന ഒരാഗ്രഹം വച്ച് ലിംഗഭേദത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. ലിംഗഭേദത്തെക്കുറിച്ച് വളരെ പ്രയോഗവശാലുള്ള കാര്യങ്ങളിൽ നിന്ന് വിടുത്തി, അതായത് സാമാന്യബോധത്തിൻ്റെ, മനസ്ഥിതിയുടെ, മാനസികാവസ്ഥകളുടെ, മനോഭാവങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് വിടുത്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്. നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്ന കാര്യം ഒരിക്കലും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായിട്ട് ഇന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ചത് എന്ന തരത്തിലുള്ളതല്ല. പക്ഷേ എങ്ങനെയാണ് അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചില സങ്കല്പന സാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ സംഭവങ്ങളെക്കുറിച്ചോ അനുഭവങ്ങളെക്കുറിച്ചോ സംവാദങ്ങളെക്കുറിച്ചോ ഉള്ള ചർച്ചകളിലേക്ക് നയിക്കുന്നതിന് മുൻപ് നമ്മുടെ തലച്ചോറിലോ അല്ലെങ്കിൽ നമ്മളുടെ കോഗ്നിഷനിലോ ഉണ്ടാകേണ്ട ഒരു കാര്യം യുക്തിവാദി സംഘമാകുന്നത് ആയതുകൊണ്ട് പ്രത്യേകിച്ചും അത് പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് മനുഷ്യർ കോഗ്നിറ്റീവ് ആവുന്നത്, മനുഷ്യരുടെ ഏറ്റവും വലിയൊരു കപ്പാസിറ്റിയാണത്. എങ്ങനെയാണ് കോഗ്നിറ്റീവ് ആവുന്നത് മനുഷ്യർ എന്നുള്ളത്. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ചിലർക്ക് യുക്തിയും ചിലർക്ക് വികാരവും എന്ന രീതിയിൽ മനുഷ്യരെ വിഭാഗീകരിക്കുന്നതിൽ നിന്ന് വിടുത്തി, അതായത് യുക്തി എന്നത് പുരുഷ സാധ്യവും വികാരം എന്നത് സ്ത്രീ സാധ്യവും എന്ന തരത്തിലുള്ള സാമാന്യബോധത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വിടുത്തി എങ്ങനെയാണ് ലിംഗഭേദം എന്ന സംവർഗം വഴി നമ്മുടെ അനുഭവങ്ങളെ പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുകയോ പ്രത്യേക രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ പ്രത്യേക രീതിയിൽ വിശകലനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുകയോ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ ആമുഖം മാത്രമായിട്ട് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുക്കാവൂ എന്ന് ആദ്യമേ ആവശ്യപ്പെടുന്നു. ലിംഗഭേദം എങ്ങനെ സാമൂഹികവും ചരിത്രപരവുമായി പ്രതിനിധാനം ചെയ്യപ്പെടുന്നു എന്ന അന്വേഷണത്തോടൊപ്പം, അതായത് സൈദ്ധാന്തികമായ അന്വേഷണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ലിംഗഭേദം എങ്ങനെ ഇപ്രകാരമായിരിക്കുന്നു പ്രായോഗിക ജീവിതത്തിൽ എന്ന് അന്വേഷിക്കുന്നത്. സാമാന്യമായി ഉപയോഗിക്കപ്പെടുന്ന അർത്ഥത്തിൽ ഇത് സാമൂഹികമായും സാംസ്കാരികവുമായി ഉണ്ടായ സ്ത്രീ പുരുഷ വ്യത്യാസം അല്ലെങ്കിൽ വിഭജനം ആണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, പൊതു ജീവിതത്തിൽ പരിശീലിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിവാഹം, കുടുംബം, മതം ഏതുമാകാം തുടങ്ങി എല്ലാ സാമൂഹിക സ്ഥാപന ശ്രമങ്ങളിലും ലിംഗഭേദം ഈ രീതിയിൽ പ്രവർത്തനക്ഷമമാണ്. ഇത് സ്ഥാപനങ്ങളുടെയും നമ്മുടെ തന്നെ അനുഭവങ്ങളുടെയും സംഘാടനത്തിലേക്ക് ആഴത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ലിംഗഭേദം പ്രായോഗികമായി പ്രവർത്തനക്ഷമമാകുന്നത് എന്ന് അത് നമ്മുടെ ജീവിതവും വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക്
വ്യക്തമാകുന്ന കാര്യമാണ്. സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ, അതായത് സോഷ്യൽ അരീനയിൽ, മീഡിയ മാത്രമല്ല, മാധ്യമങ്ങൾ മാത്രമല്ല, എല്ലാ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിലും ഇതിൻ്റെ ഫലമാകട്ടെ ഈ വിഭക്താവസ്ഥ എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അടിസ്ഥാനപരമായി ആണിന് കൂടുതൽ അധികാരവും, കുറച്ച് മുമ്പേ കുക്കു പറഞ്ഞ പല കാര്യങ്ങളും ഇതിലേക്ക് ഇങ്ങനെ കണ്ണു ചേർത്ത് വായിക്കാം, അത്തരം അനുഭവങ്ങൾ മുഴുവനും കണ്ണു ചേർത്ത് വായിക്കാം. മറിച്ച് അടിസ്ഥാനപരമായി ആണിന് കൂടുതൽ അധികാരവും അന്തസ്സും നൽകുന്ന അസന്തുലിതാവസ്ഥയാണ്. ഇത് മനസ്സിലാക്കാനാകുന്നത് ലിംഗത്വത്തിന്മേൽ സാമൂഹികമായി ആരോപിക്കപ്പെടുന്നതും പ്രയോഗിക്കപ്പെടുന്നതുമായ അർത്ഥഗണങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിലപാടുകളുടെയും വിശ്വാസങ്ങളുടെയും ഭൂമികകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതായത് ലിംഗത്വം എന്നത് നിങ്ങൾ ഇന്ന അവയവങ്ങളുള്ളത് കൊണ്ട് ആൺ, ഇന്ന അവയവങ്ങളുള്ളത് കൊണ്ട് പെണ്ണ് എന്ന രീതിയിൽ ആദ്യമേ മനസ്സിലാക്കുകയും, എന്നാൽ ഈ ലിംഗത്വം അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ജെൻഡർ, സെക്സ് അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ജെൻഡർ നിർവചിക്കുകയും, എന്നാൽ ഒരിക്കൽ നിർവചിച്ചു കഴിഞ്ഞാൽ ഈ ജെൻഡറിൽ, സെക്സിൽ നിന്ന്, അതായത് നിങ്ങളുടെ ഇന്ന അവയവങ്ങളുള്ള നിങ്ങളുടെ ശരീരം എന്ന അവസ്ഥയിൽ നിന്ന് വളരെ വിദഗ്ധമായി, വളരെ സ്വതന്ത്രമായി ലിംഗഭേദം സാമൂഹികമായി പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ സാമൂഹികമായിട്ട് നിദർശിക്കാവുന്നത്. അപ്പോൾ ഈ അർത്ഥഗണങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിലപാടുകളുടെയും ഇതെല്ലാം മനുഷ്യരെ വിഭിന്നരാക്കുന്ന ചില തലങ്ങളാണ്, ഭൂമികകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക സാംസ്കാരിക ക്രമീകരണങ്ങളാണ് മനുഷ്യപ്രകൃതങ്ങളെ സ്ത്രൈണവും പൗരുഷവുമായ സ്വഭാവ വിശേഷണങ്ങളാക്കി തിരിച്ചറിയുന്നത്. ഇവയാകട്ടെ മനുഷ്യരുടെ സാംസ്കാരികവും ജൈവവുമായ സന്ദർഭങ്ങളിൽ ഇടനിലയായി വർത്തിക്കുന്നതുമാണ്. ലിംഗത്വമാകട്ടെ ജീവശാസ്ത്രപരമായി ആൺ പെൺ തരംതിരിവാണ്. അത് ഇപ്പോൾ മാറി മാറി വരുന്ന സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ഒക്കെ ഇതിലേക്ക് കണ്ണി ചേർക്കാവുന്നതാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഇവർ വിവക്ഷിക്കുന്നത് ആൺ പെൺ എന്ന വ്യത്യാസവൽക്കരണത്തിന്മീതെയാണ്. പലതരത്തിലുള്ള ജെൻഡർ ആട്രിബ്യൂഷൻസും ഇപ്പോൾ ഈ കാലത്ത്, പുതിയ കാലത്ത് കടന്നു വരുന്നുണ്ട്. അതിലേക്കൊക്കെ വിശദീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയം അനുവദിക്കുമോ എന്നറിയില്ല. എന്നാൽ ലിംഗഭേദം പ്രവർത്തനനിരതമാകുന്നത് മനുഷ്യരുടെ ലിംഗത്വപരമായ തന്മ മാത്രമായിട്ടല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെക്ഷൽ ഓറിയൻറ്റേഷൻ മാത്രമല്ല ലിംഗഭേദം എന്നത്. ഈ ആശയത്തിന് ജീവശാസ്ത്രപരമായ ലക്ഷ്യാർത്ഥത്തെക്കാൾ സാംസ്കാരികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ അർത്ഥതലങ്ങളാണുള്ളത്. ലിംഗത്വത്തെ കുറിക്കുന്ന ശരിയായ വാക്കുകൾ ആൺ പെൺ എന്നാകുമ്പോൾ ഇതിനു സമാനമായി ലിംഗഭേദങ്ങൾ പൗരുഷവും സ്ത്രൈണതയുമാകുന്നു. ഇതൊക്കെ ഇതുവരെയുള്ള കാലത്ത് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ആളുകളുടെ ലിംഗത്വോന്മുഖത, സെക്ഷൽ ഓറിയൻറ്റേഷൻ ഏതൊക്കെ തരത്തിലാണ് എന്ന് വിശദീകരിക്കാനുള്ള ഭാഷ പോലും ആളുകൾക്ക് സ്വായത്തമല്ലാത്ത അവസ്ഥയിൽ വളരെ വിവിധങ്ങളും സങ്കീർണവുമായ സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നതെന്ന് ഓരോ മനുഷ്യരുടെയും ജീവിതം സ്വയമേവ ആലോചിച്ചാലും സങ്കല്പിച്ചാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ലിംഗഭേദം എന്നത്, കുറച്ചുകൂടി വേഗം വായിക്കാട്ടോ, ലിംഗഭേദം എന്നത് മനുഷ്യർ സാമൂഹികമായി പഠിച്ചെടുത്തതും ആർജിക്കുന്നതുമായ ഒരവസ്ഥ. ഈ അവസ്ഥയെ നിലനിർത്താൻ മനുഷ്യരെ തന്നെ പ്രേരിപ്പിക്കുന്ന സാമൂഹിക അവസ്ഥ. ഇത്തരം തന്മ കെട്ടുകഥകൾക്കുള്ളിലാണ് മനുഷ്യരുള്ളത്. തന്മ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്, തന്മ എന്നുള്ളത് ഐഡൻറ്റിറ്റി എന്ന വാക്കിൻ്റെ മലയാള പദമായിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തന്മാവൽക്കരണങ്ങളുടെയും തന്മയീഭാവത്തിൻ്റെയും ഒരു കാലത്തും ലോകത്തും അത്ര തന്നെ വ്യത്യസ്തതകളുടെയും അത്ര തന്നെ സങ്കീർണതകളുടെയും ഒരു ലോകത്താണ്, സാമൂഹിക അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ലിംഗഭേദം എന്നത് ആ അർത്ഥത്തിലുള്ള അനുഭവങ്ങളെ എങ്ങനെയാണ് വിശകലനം ചെയ്യാനാകുന്ന വിധമൊരു സമ്പർക്കമായി പരിഗണിക്കാവുന്നതാകുന്നത് എന്ന തരത്തിലൊരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നത്. ലിംഗഭേദം വിശകലനത്തിനുള്ള സംവർഗം എന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോഴും സമൂഹത്തിലെ സ്ഥാപനങ്ങളിലൂടെ സംഭവിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഭാഗമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് തികച്ചും റിലേഷണലാണ്. ദാറ്റ് ഈസ്, ഇതൊരു അബ്സല്യൂട്ട് കാറ്റഗറി അല്ല. ലിംഗഭേദത്തെ ഒരു അബ്സല്യൂട്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യരുടെ റിലേഷണൽ കോണ്ടെക്സ്റ്റിൽ, ബന്ധങ്ങളുടെ ഇടപെടലുകളുടെ ഉള്ളിലാണ്, ആ പരിസരത്തിലാണ്, ആ സന്ധി ഘട്ടങ്ങളിലാണ് നമുക്ക് ലിംഗഭേദത്തെ ഒരു കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കാനാവുക. ലിംഗഭേദം സാമൂഹികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും 4 തരത്തിൽ നമുക്ക് മനുഷ്യരുടെ ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ 4 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതായത് ഇതിനെ നമ്മൾ വിശകലന സംവർഗമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ
ഇത് തന്മയീഭവിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടല്ലാതെ, തന്മയീകരിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടല്ലാതെ, സാമാന്യബോധത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് ഒരു വിശകലന സാധ്യതയുള്ള ഒരു സംവർഗമായി ലിംഗഭേദത്തെപ്പറ്റി ആലോചിക്കാമെങ്കിൽ ഇതിൽ 4 തരത്തിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നതായി കാണാം. സാമൂഹികമായ ജീവിതത്തിൽ 4 തരത്തിൽ, അത് ഏതിലായാലും, ഏത് സ്ത്രീ പുരുഷ ബന്ധത്തിലായാലും, ഏത് തരത്തിലുള്ള റോളുകൾ, ഭൂമികകളിലായാലും മനുഷ്യർ പലതരത്തിലുള്ള റോളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. സൊക്കാൾ കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയം തുടങ്ങി ഏത് സാമൂഹിക സ്ഥാപന ശ്രമങ്ങളിലുമുള്ള ബന്ധങ്ങളെ നിർണ്ണയിക്കുന്നതിലും വിശദീകരിക്കുന്നതിലും ആയാലും ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഒന്ന്, ഈ ജെൻഡർ ഡിവിഷൻ്റെ ഉൽപ്പാദനം, അതായത് ജെൻഡർ എന്നുള്ള ഒരു വിഭാഗീകരണം ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യ ജീവിതത്തിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ജോലി, കൂലി, അധികാര, വിധേയത്വ ശ്രേണികൾ എല്ലാം ഈ ജെൻഡർ ഡിവിഷനിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് എല്ലാ സാമൂഹിക സ്ഥാപന ശ്രമങ്ങളിലും ശക്തമായി ഉണ്ട് താനും. ജോലി, കൂലിയൊക്കെ എല്ലാ അർത്ഥത്തിലും, ഇപ്പോൾ ഫാമിലിയിലായാലും മാരേജിലായാലും എവിടെയും ഈ അധികാര, വിധേയത്വ ശ്രേണി ബന്ധങ്ങളാണ് നിലവിൽ ഉള്ളത്. എങ്ങനെയാവുമ്പോൾ വളരെ ട്രഡീഷണലായിട്ട്, വളരെ പരമ്പരാഗതമായി ലിംഗഭേദത്തെ അതേപോലെ നിലവിലുള്ള സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുമ്പോൾ, മനുഷ്യജീവികൾ നിന്നുകൊടുക്കുമ്പോൾ, അല്ലാത്ത സന്ദർഭങ്ങളെപ്പറ്റി വിശദീകരിക്കാൻ വേറെ സാവകാശം കിട്ടുകയാണെങ്കിൽ. രണ്ടാമതായി, ചിഹ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മനുഷ്യർ ജീവിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള അർത്ഥങ്ങളിലൂടെ, അർത്ഥഗണങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ അർത്ഥഗണങ്ങളിലൂടെയാണ്, ഈ ചിഹ്നങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ധാരണകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പങ്കുവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിഹ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇത് വളരെ ശക്തമായ പങ്ക് വഹിക്കുന്നുണ്ട്. ചിഹ്നങ്ങളുടെ സൃഷ്ടി, ഈ ചിഹ്നങ്ങളാണ് ഒരുപക്ഷെ മനുഷ്യരുടെ ബോധം, ബുദ്ധിയെ ഉപയോഗിക്കുന്നതിന്, ബോധമുണ്ടാക്കുന്നതിന്, മനോഭാവമുണ്ടാക്കുന്നതിന്, മനസ്ഥിതിയായി മാറ്റുന്നതിന്, ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ബൗദ്ധിക മാനസിക വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളുടെ സൃഷ്ടിയാണ്. ഈ ചിഹ്നങ്ങളുടെ സൃഷ്ടിയിൽ ലിംഗഭേദം വളരെ കൃത്യമായിട്ട് പങ്ക് വഹിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെയൊന്നും യാതൊരു വിധത്തിലും സംശയാസ്പദം അല്ലാതെ, ഒരു സംശയലേശമില്ലാതെ സ്വീകരിക്കുന്നത് വഴി നമ്മളിതൊക്കെ വളരെ സ്വാഭാവികമായി നടന്നു പോകുന്നതാണെന്ന് തെറ്റിത്തിരിച്ചറിവിലേക്ക് എത്തുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് മനുഷ്യബന്ധങ്ങളിൽ തന്നെയാണ്. മനുഷ്യബന്ധങ്ങൾ ഈ തരത്തിലുള്ള വ്യത്യാസവൽക്കരണങ്ങളുടെയും വിഭാഗീകരണങ്ങളുടെയും ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരാൾ, 2 മനുഷ്യർ അല്ലെങ്കിൽ കുറേ മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അവർ ഏറ്റെടുക്കുന്ന ചില ഭൂമികകളിലൂടെ. നമുക്ക് ആലോചിക്കാം, സോക്കാൾ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ നിയതാർത്ഥവും സ്വീകരിച്ചുകൊണ്ടല്ല ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ സോക്കാൾഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. സോക്കാൾ ഭാര്യ, ഭർത്താവ്, അമ്മ, അച്ഛൻ, അമ്മായി, അമ്മാവൻ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ഇങ്ങനെ there are so many roles which you take in your life, അല്ലേ? നിങ്ങളുടെ ലൈഫ് കോണ്ടെക്സ്റ്റിലെടുക്കുന്ന എല്ലാ റോളുകളുടെയും. ഈ റോളുകളുടെ ഒക്കെ സ്വഭാവം രൂപീകരിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന റോളുകൾ, ആ റോളുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ തന്നെ, നിങ്ങളെ മീൻസ് ഇൻക്ലൂഡിങ് മീ, നമ്മുടെ ഇടപെടലുകളിലൂടെയാണ്. അപ്പം ഈ ഇടപെടലുകളിലൂടെയാണ് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബന്ധങ്ങളാണ് പിന്നീട് സാമൂഹിക പ്രയോഗങ്ങളായി മാറുന്നതും ഘടനാവൽക്കരണത്തിലേക്ക് എത്തുന്നതും. ഇങ്ങനെയാണ് കുടുംബവും വിവാഹവും ഒക്കെ ഉണ്ടാവുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ധാരണകളിലൂടെ മനുഷ്യർ, പരിശീലനങ്ങളിലൂടെ മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ബന്ധങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ സ്ഥാപന ശ്രമങ്ങളൊക്കെ. ഈ ഘടന, സോക്കാൾ സാമൂഹിക ഘടന പോലും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തൊരു ഘടനയുണ്ട് എന്നുള്ള മട്ടിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പുറത്താണ് സാമൂഹിക ഘടന, അത് മാറിയിട്ട് വേണം നമ്മൾ മാറാൻ എന്ന രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പരമ്പരാഗതമായ സ്വഭാവങ്ങളെ, പരമ്പരാഗതമായ ചിന്തകളെ, പരമ്പരാഗതമായ ജീവിതത്തെ മുൻനിർത്തി മാത്രം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതകളെ അത് നൽകും. മറിച്ച്
ഇത് നമ്മളിലൂടെ ഉണ്ടായി വരുന്നതാണ്, നമ്മുടെ ഇടപെടലുകളിലൂടെ ഉണ്ടായി വരുന്നതാണ്. മനുഷ്യരാണ് അവിടെ ഇടപെടുന്നത്, മനുഷ്യപ്രകൃതങ്ങളാണ് ഇത്തരത്തിൽ സാമൂഹികമായി മാറുന്നത്. ഇതിൽ മറ്റൊരു തരത്തിലുള്ള അബ്സല്യൂട്ട് നിയമങ്ങളോ അല്ലെങ്കിൽ സാർവത്രിക നിയമങ്ങൾ, ദൈവ നിയമങ്ങളോ അങ്ങനത്തെ ഒരു നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല നമ്മളിതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയാമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിശകലനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജെൻഡർ ഡിവിഷൻ ഉണ്ടാകുന്നത്, ജോലി, കൂലി, വിധേയത്വ, സാമൂഹിക ശ്രേണി, ബന്ധങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്, പിന്നെ ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത്, പിന്നെ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ഈ ബന്ധങ്ങളിലൂടെ മനുഷ്യരുടെ മാനസികാവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ മാനസികാവസ്ഥകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഈ മാനസികാവസ്ഥകൾ വെച്ചാണ് മനുഷ്യരോട് ഇടപെടുന്നത്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതുമല്ല. വളരെ പരിശീലനങ്ങളും വളരെ അനുശീലനങ്ങളും നടത്തിക്കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഞാൻ തന്നെ. ഈ ഞാൻ എന്നുള്ളത് തന്നെ അത്തരത്തിൽ ഒരിക്കലും നിരാകരിക്കാനാവാത്ത ഒരു വലിയൊരു നിർമ്മിതിയൊന്നുമല്ല. ഈ ഞാൻ എന്നുള്ളത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, 21-ലെ ഗാന്ധി, 27-ലെ ഗാന്ധി, 37-ലെ ഗാന്ധി, 45-ലെ ഗാന്ധി, 47 മരിച്ച ഗാന്ധി, അല്ലേ? പറഞ്ഞില്ലേ? അപ്പം ഇതൊന്നും ഏതൊരു ജീവിയുടെയും ജീവിതത്തിൽ ഇതുണ്ട്. ഗാന്ധിയുടെ മാത്രമല്ല, ഏതൊരു ജീവിക്കും സ്വത്വ നിരാകരണം. ഈ സ്വത്വം സ്വത്വം മീൻസ് സെൽഫ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പൊതുവെ സാമാന്യമായി ഉപയോഗിക്കപ്പെടുന്ന ഐഡൻറ്റിറ്റി എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ സങ്കല്പന ശ്രമത്തിൽ സ്വത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം സ്വത്വ നിരാകരണം, സ്വത്വം എന്നുള്ളത് തന്നെ ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിരിക്കെ, മനുഷ്യരാൽ ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കെ അത് നിരാകരിക്കുന്നതും അതത്ര വിഷമമുള്ള കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ച് ശ്രദ്ധ വേണം. ജീവിതത്തിൽ കുറച്ച് സൂക്ഷ്മ സംവേദനക്ഷമത വേണം. അതില്ലെങ്കിൽ നമ്മളങ്ങനെ ഒഴുകിപ്പോകും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സൂക്ഷ്മ സംവേദനക്ഷമതയോ ശ്രദ്ധയോ ജാഗ്രതയോ പുലർത്തുന്നവരാണ് പലപ്പോഴും ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്. അല്ലാത്തവർ ഒരു പക്ഷേ ജീവിതത്തിൽ മുൻപ് ചെയ്തവർ ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നും ഇത് ചെയ്യുന്നു എന്നുള്ള ആചാരങ്ങളിലൂടെ കടന്നുപോയിട്ടേ ഉള്ളൂ. അപ്പോൾ തികച്ചും ആചാരങ്ങളിലൂടെ കടന്നു പോകുന്നത് മാത്രമല്ല, മനുഷ്യജീവിതം എന്ന് തെളിയിക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ ഈ സാമൂഹിക സാഹചര്യത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ തന്നെ അറിവും ധാരണയും വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അർത്ഥത്തിൽ വ്യക്തികളുടെ മനുഷ്യജീവികളുടെ മാനസികാവസ്ഥകൾ വളരെ വ്യക്തി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. വ്യക്തി എന്നുള്ളത് സങ്കല്പനപരമായിട്ട് വ്യക്തി എന്നുള്ളത് ഇൻഡിവിജ്വൽ എന്നുള്ളതിൻ്റെ ഒരു മലയാള വാക്കായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് ലിബറൽ അറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കൊന്നും പോണ്ടാച്ചിട്ടാണ്. ലിബറൽ ഹ്യൂമാനിസത്തിൻ്റെ ഒരു വലിയൊരു ഏജ് ഓഫ് റീസണിങ്ങിൻ്റെ ഒക്കെ ഒരു വലിയൊരു സംഭാവനയാണ് ഇൻഡിവിജ്വൽ എന്നുള്ളത്. ഇൻഡിവിജ്വൽ മീൻസ് ദാറ്റ് കനോട്ട് ബി ഡിവൈഡഡ്. അങ്ങനെ നമ്മളുടെ അനുഭവങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ, വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലൊരു ഇൻഡിവിജ്വലിനെ ദാറ്റ് കനോട്ട് ബി ഡിവൈഡഡ് എന്ന അർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു പ്രയോഗം ഒരു വിശകലന ശ്രമങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു കെട്ടുകഥയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ആ ഇൻഡിവിജ്വൽ എന്നുള്ളത് മാറ്റിയിട്ട് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് തന്നെ അതിൻ്റെ ഏറ്റവും വളരെ പരിമിതമായ ഒരു ഹാജർ എന്നുള്ള നിലയ്ക്ക് ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ജെൻഡറിങ്ങിൽ സഹായിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ഡിവൈഡ് ചെയ്യുന്നത് സാമൂഹികമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്ന ആരോപണങ്ങൾ വരുന്നത്, സാമൂഹിക ആരോപണങ്ങൾ. അതായത് നീ ഇങ്ങനെ ആയിരിക്കണം, നീ ചിരിക്കണം, നീ കരയണം, നീ കരയരുത്, നീ ചിരിക്കരുത്, നീ ഉറക്കെ പറയണം, നീ ഓടരുത്, നീ നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കണം, നിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇങ്ങനെ കുറേ സാമൂഹിക ആരോപണങ്ങളുണ്ട്. എനിക്കൊന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം, കാരണം ഈ സങ്കല്പനങ്ങളാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പം ഒരു മനുഷ്യജീവി ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് അവരുടെ ലിംഗഭേദം അതാണോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ആ ആളിൽ അതൊക്കെ ചാർത്തപ്പെടുന്നുണ്ട്. മറ്റു മനുഷ്യജീവികളിലൂടെ സാമൂഹിക മാധ്യസ്ഥ്യങ്ങളിലൂടെ അത് നമ്മളിൽ ചാർത്തപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ഇന്നതാണ് എന്നുള്ളത്.
അല്ലാതെ ഞാൻ ആദ്യമേ ഇത് വലിയൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഒരു ജീവിയല്ല. അപ്പം ഈ പ്രസവം തന്നെ അല്ലെങ്കിൽ ഗർഭധാരണം തന്നെ ആ അർത്ഥത്തിൽ വളരെയധികം സാമൂഹികമായ മാധ്യസ്ഥ്യത്തിലൂടെ നടക്കുന്നതാണ്, സോഷ്യൽ മീഡിയേഷനിലൂടെ നടക്കുന്നതാണ്. അപ്പം അതൊക്കെ എല്ലാ മനുഷ്യരും അവരവരുടേതായ രീതിയിൽ ബുദ്ധി കൊടുത്തും അവർക്കറിയുന്ന കാര്യങ്ങൾ വെച്ചുമാണ്, എനിക്കറിയുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ അനുശീലിക്കപ്പെടുന്ന കാര്യങ്ങൾ വെച്ചാണ് സോക്കാളുടെ അമ്മയാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അമ്മയാവുന്നതോ മകളാവുന്നതോ ഒക്കെ അവരുടെ പ്രത്യേക രീതിയിൽ അവരുടെ ആ പരിസരത്തിൽ അവരുടെ ആ കോണ്ടെക്സ്റ്റിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ധാരണകൾ വെച്ച് മാത്രമാണ്. അല്ലെങ്കിൽ ആ ധാരണകളെ എങ്ങനെ പരിശോധിക്കണമെന്ന്, ഇത് തെറ്റിത്തിരിച്ചറിവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവയെ എങ്ങനെ പരിശോധിക്കണമെന്ന ചിന്തകളിലൂടെ ഞാൻ തന്നെ എൻ്റെ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയെടുത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. അപ്പം അത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യജീവികളാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്ക് ലിംഗഭേദം എന്ന സമ്പർക്കം ഉപയോഗിച്ച് വിശകലനം ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കട്ടെ. പൊതുവെ ലിംഗഭേദം സാമൂഹികമായി ഉണ്ടാക്കപ്പെടുന്നതിൽ ഓരോ ആളുകളും വളരെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമാണത്. ഞാൻ കൂടി ഉള്ളടങ്ങുന്ന ഒരു വിധേയത്വ മാതൃകയെ സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാനത് അനുഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടി വരിക? ആ വിധേയത്വ മാതൃകയെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് പ്രശ്നവൽക്കരിക്കുക എന്നതുകൂടി എൻ്റെ ഉത്തരവാദിത്വമായിട്ട്, സാമൂഹിക ഉത്തരവാദിത്വമായിട്ട് മാറുന്നുണ്ട്. അപ്പം അത് മാറുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ മറ്റു മനുഷ്യരെ മറ്റവരാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം എന്നതിലെത്തുന്നത് കൂടുതൽ ബന്ധങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ. ആളുകൾ തമ്മിൽ ഭയങ്കര കയോസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ കൊയസീവ് ആവുകയുള്ളൂ. ഇപ്പം എങ്ങനെ നമുക്ക് ഭീകരതയും ബലാത്കാരമായുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ അതിക്രമങ്ങളും ഒഴിവാക്കി ജീവിക്കണം എന്ന് ആലോചിക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിശദാംശ ശ്രദ്ധ ജീവിതത്തിൽ പ്രധാനമാണ് എന്ന് ആലോചനയുടെ ഭാഗമായി പറഞ്ഞു വയ്ക്കുകയാണ്. ഈ സജീവതകളാണ്, അതായത് ഈ മനുഷ്യ സജീവതകൾ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഇവയെ ഷേപ്പ് ചെയ്യുന്നതും, അതായത് സ്ത്രീയാക്കുന്നതും പുരുഷനാക്കുന്നതും ഒക്കെ നമ്മളുടെ തന്നെ ഈ മനുഷ്യ സജീവതയിലൂടെ തന്നെയാണ്. അല്ലാതെ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു വിഭാഗം അല്ലെങ്കിൽ വേറൊരു സമൂഹം നമുക്ക് പുറത്തു നിന്ന് നമ്മെ ഇങ്ങനെ ആക്കി തീർക്കുകയാണ് എന്ന രീതിയിൽ നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യാമെന്നാണ് അതിന് പറയുക. എക്സ്റ്റേണലൈസ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ കൂടി നമ്മളെ ഉണ്ടാക്കുന്ന, നമ്മളെ ഉൽപ്പാദിപ്പിച്ച്, നമ്മളെ പുനരുൽപ്പാദിപ്പിച്ച്, നമ്മളെ നിലനിർത്തി. ഇങ്ങനെയാണ് നമ്മൾ സോക്കാൾ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമ്മളെപ്പറ്റി പറയണത് അതൊക്കെ ആവുന്നത്. നമ്മൾ തന്നെ നമ്മളിലൂടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് പുനരുൽപ്പാദിപ്പിച്ച് വീണ്ടും നിലനിർത്തി. ഇപ്പം ഇങ്ങനെ ഈ നിലനിർത്തിക്കൊണ്ടാണ് ഈ അധികാര വിധേയത്വ ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയാമെങ്കിൽ, എന്ന് ആലോചിക്കാമെങ്കിൽ ഇതെന്തിനു തുടരണം എന്നാലോചിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഈ ആലോചിക്കുന്നവർക്ക് തന്നെ ഉണ്ടായി വരും. അല്ലാത്തടത്തോളം ഇത് എനിക്ക് വന്ന ഒരു പ്രശ്നമാണ്, ഈ പ്രശ്നം ഞാൻ സ്വീകരിക്കേണ്ടതാണ്, ഇതിൽ കവിഞ്ഞ് എനിക്കൊരു സാധ്യതയില്ല, ഇങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. പ്രശ്നം തിരിച്ചറിയുമ്പോൾ പോലും അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. അപ്പം പലവിധ സാധ്യതകളുണ്ട്, ജീവിത സാധ്യതകളുണ്ട്. പക്ഷേ ഇത് വിശകലനം ചെയ്ത് ഞാനിത് അനുഭവിക്കാൻ ബാധ്യസ്ഥയല്ല, അല്ലെങ്കിൽ മനുഷ്യജീവികൾ ഇത്തരത്തിലുള്ള അനീതികൾ, സാമൂഹിക അനീതികൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം വിശകലന സാധ്യതയുണ്ടാക്കുന്ന ഒരു കാര്യമാണിതെന്ന് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. സാമൂഹിക ബന്ധങ്ങളുടെ പുനരുൽപാദനത്തിലൂടെയും അതിനെ നിലനിർത്തുന്ന സാംസ്കാരിക മൂല്യങ്ങളിലൂടെയും നമ്മുടെ തന്നെ സാമൂഹിക പ്രവർത്തന രീതികൾ ലിംഗഭേദത്തെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ഈ ലിംഗഭേദം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചാൽ അതുകൂടി പറയണം, അത് ഇടയിലിടയിൽ ഇങ്ങനെ പറയേണ്ടി വരും. അതായത് പൊതുവേ ലിംഗപദവി എന്നാണ് ഇതിനെ പറ്റിയിട്ട്, പൊതുവേ ജെൻഡർ എന്നുള്ളതിന് ലിംഗപദവി എന്നാണ് മലയാളത്തിൽ വിവർത്തിച്ച് കാണാറുള്ളത്.
പക്ഷെ അത് ലിംഗപദവി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എനിക്ക് തോന്നാറുള്ളത് എന്താ വെച്ചാൽ, ജെൻഡർ എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ യൂസ് ദാറ്റ് വേർഡ് ആൾസോ. അപ്പം ജെൻഡർ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമ്മൾ സംസാരിക്കുമ്പോഴോ സംവദിക്കുമ്പോഴോ ഒക്കെ ആയാലും ജെൻഡർ എന്നുള്ളത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ലിംഗഭേദം എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ പദവി എന്നുള്ളതിന് എപ്പോഴും ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെ ഒരു ലംബമാന തലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ലംബമാനമായിട്ടാണ് പദവി എപ്പോഴും ലോവർ സ്റ്റാറ്റസ്, ഹയർ സ്റ്റാറ്റസ്, ഹയസ്റ്റ് സ്റ്റാറ്റസ്, അങ്ങനെ പല പല സ്റ്റാറ്റസുകളുടെ ഒരു ലംബമാനമായ ഒരു സ്വഭാവ നിർണയനാണ് ഈ പദവി എന്നുള്ളത് കൊണ്ട് വരുന്നത്. പക്ഷേ ലിംഗപദവി എന്നുള്ളത് ആ അർത്ഥത്തിൽ ലംബമാനമായി മാത്രം പരിശോധിക്കാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ആയ ഒരു കാര്യം മാത്രമല്ല. കാരണം അത് സംഭവിക്കുന്നത് പലപ്പോഴും ഹൊറിസോണ്ടലായിട്ട്, തിരശ്ചീനമായിട്ട്, ജീവൻ്റെ തിരശ്ചീന ദിശയിലെ തിരശ്ചീന തലങ്ങളിലാണ് പലപ്പോഴും ഈ ലിംഗഭേദവൽക്കരിക്കലും നമ്മൾ ജെൻഡേർഡ് ആകുന്നതും ജെൻഡറിങ്ങും ജെൻഡേർഡ്നെസ് എല്ലാം സംഭവിക്കുന്നത്. എന്നെ ജെൻഡർ ചെയ്യുന്നതും ഒക്കെ തിരശ്ചീന തലങ്ങളിലാണ്, ജീവിതത്തിൻ്റെ തിരശ്ചീന തലങ്ങളിലാണ്. അതുകൊണ്ടാണ് ഈ പദവി എന്നുള്ളതിനെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് പരിശോധിക്കാൻ ആലോചിക്കുന്നത്. പദവി എന്നുള്ളതിന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ലംബമാന സ്വഭാവം ആണ് നൽകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, ഇതിൻ്റെ തിരശ്ചീന സ്വഭാവം കൂടി ഉറപ്പാക്കുന്നതിനാണ് പദവി എന്നുള്ളത് ഒന്ന് വിടുത്തി നിർത്തിയിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, അത് സമ്മതിക്കാറുമുണ്ട്, സമ്മതിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം. അവരവരുടെ ലിംഗഭേദാധിഷ്ഠിതമായ സാമൂഹിക സ്വത്വത്തെ ആഘോഷിക്കുന്നതോടെ ഈ മനുഷ്യർ ഈ പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുന്നു. ഇപ്പം ഞാൻ സ്ത്രീ ആണ് എന്ന് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ്, എൻ്റെ മൈറ്റ്, എൻ്റെ ദിസ് ഈസ് മീ, എൻ്റെ മാസ്കുലാനിറ്റി, എൻ്റെ മസിൽ പവർ, എൻ്റെ ശക്തി, എൻ്റെ ധൈര്യം, എൻ്റെ അതിക്രമ സ്വഭാവം, ഇതെല്ലാം ധൈര്യം, അതിക്രമ സ്വഭാവം, ചടുലത, ഇതൊക്കെ പുരുഷരിൽ ആരോപിതമായിട്ടുള്ള സാമൂഹിക ഗുണമാണ്, സാമൂഹിക ആരോപണമാണ്. എന്നുവെച്ചാൽ സ്ത്രീ ആകുമ്പോഴേക്കും ലജ്ജ, വിവശത, എന്താ പറയുക, അത് അങ്ങനെ ദൗർബല്യം, ഇങ്ങനെ പല ഇത് പരമ്പരാഗതമായി നിങ്ങളിൽ ആരോപിക്കുന്നത് മാത്രമാണ്. ഇതായിക്കൊള്ളണമെന്നില്ല യഥാർത്ഥത്തിൽ മനുഷ്യർ. ഒരിക്കലും ഏറ്റവും ദുർബലമായിട്ടാവില്ല മനുഷ്യരുടെ മൊത്തം ജീവിതം, സ്ത്രീകളുടെ മൊത്തം ജീവിതം. അവരുടെ ശക്തി തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ, അവർ ശക്തമായി ഇടപെടുന്ന സന്ദർഭങ്ങൾ, അവരുടെ ശക്തിപ്രാപ്തി ഉറപ്പാക്കുന്ന ജീവിത അനുഭവങ്ങൾ, ഇങ്ങനെ പലതിലൂടെയും കൂടിയാണ് സ്ത്രീകളൊക്കെ കടന്നു പോകുന്നത്. അപ്പം ഇതൊക്കെ ഉറപ്പാക്കി വെക്കാൻ, ഇതൊക്കെ സ്വീകരിക്കാൻ, സ്വാംശീകരിക്കാൻ, ഇത് അടുത്ത മനുഷ്യരിലേക്ക് പകരാൻ പറ്റുന്ന തരത്തിലുള്ള വിശകലന സാധ്യതകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഈ പരമ്പരാഗതമായ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്തരവാദിത്വമാണ്, സാമൂഹികമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം തന്നെയാണ് മനുഷ്യജീവിതത്തിൻ്റെ സൂക്ഷ്മ സംവേദനക്ഷമത ഉറപ്പാക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഇത്രയും ആമുഖമായി പറഞ്ഞാൽ, ആമുഖമാണ് ടെൻഷനാവരുത് കേട്ടോ, ഇത്രയും ആമുഖമായി പറഞ്ഞ് അടുത്തൊരു പോയിന്റ് കൂടി നിങ്ങളിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുന്നത്, ജെൻഡർ എന്നുള്ളത് അത്ര അധികം കാലത്തെ പഴക്കൊന്നുള്ള ഒരു വിശകലന സാമഗ്രിയല്ല. ജെൻഡർ, ലിംഗഭേദം ഒരു വിശകലന സാമഗ്രിയായി, അല്ലെങ്കിൽ ഒരു സമ്പർക്കമായി, കാറ്റഗറി ആയിട്ട്, കാറ്റഗറി സമ്പർക്കം എന്ന് പറഞ്ഞാൽ അറിയാം, അനുഭവങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുക, അതിനെ ആ ക്രമീകരിച്ച അനുഭവങ്ങളെ പഠിക്കാൻ വേണ്ടിയുള്ള വിശകലന സാധ്യതയുള്ള സാധ്യതകൾക്ക് സഹായകമാക്കുന്ന അർത്ഥം നൽകുന്ന ഒരു വാക്ക്, അത്രയേ ഉള്ളൂ ഈ സമ്മർദ്ദം എന്നുള്ളത്, കാറ്റഗറി എന്നുള്ളത് റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗവേഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്, ഈ ജെൻഡർ എന്നുള്ളൊരു വാക്ക് ഈ അക്കാലത്ത് 1970കളിലാണ് ഇത് സജീവമാവുന്നത്. ജെൻഡർ എന്നുള്ള വാക്ക് വിശകലന സാമഗ്രി എന്ന നിലയ്ക്ക് സാമൂഹിക ശാസ്ത്ര പഠനങ്ങളിൽ സജീവമാകുന്നത് 1970കളോടുകൂടി മാത്രമാണ്. അപ്പോൾ 1960കളിൽ അതിന് ചരിത്രം പറയുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നത് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് അങ്ങനെ ശ്രദ്ധിക്കാം എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രം എപ്പോഴും അതാത് കാലങ്ങളിൽ സാമൂഹികതയെ പഠിക്കാനോ വിശകലനം ചെയ്യാനോ ശ്രമിച്ച സാമൂഹിക ശാസ്ത്രജ്ഞരുടെ അതാത് കാലത്തെ
തെളിവുകളും തെളിച്ചങ്ങളും വെച്ച് ഈ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതാത് കാലങ്ങളിലെ അക്കാദമിഷ്യൻസ്, ആക്ടിവിസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒരു രൂപീകരണ സാധ്യതയിലേക്കൊക്കെ എത്തുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കുറേ ഒരു ജെൻഡർ ഒരു കാറ്റഗറിയായി വരുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ പഠനങ്ങൾ ഒരു വിഷയമായി വരുന്നതിൻ്റെയൊക്കെ ഒരു ചരിത്രം സാമൂഹിക ശാസ്ത്രത്തിൽ വേറെ തന്നെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ജെൻഡറിനെ ഏറ്റവും അടിസ്ഥാനപരമായി 2 തരത്തിലാണ് ഈ അക്കാദമിഷ്യൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു സംവർഗമാണെന്നുണ്ടെങ്കിൽ ആ ഇപ്പം ക്ലാസ്, ഉദാഹരണം മാർക്സ് കൊണ്ടുവന്ന ക്ലാസ് എന്നുള്ള കാറ്റഗറി അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിനെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ചില സാമഗ്രികൾ ആവശ്യമുണ്ട്. ഇതുപോലെ ഇത് പാരലായി പറഞ്ഞു എന്നേ ഉള്ളൂ ക്ലാസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജെൻഡർ എന്നുള്ളത് ഒരു വിശകലന സംവർഗമായി സ്വീകരിക്കണമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ ജെൻഡേർഡ് ആയിരിക്കുന്നത്, എന്താണ് ജെൻഡർ എന്നുള്ളതിൻ്റെ ചില അർത്ഥഗണങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഇത് ഇങ്ങനെ ആലോചിക്കുന്നവർക്ക് ഉണ്ടായി വരുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥഗണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അക്കാദമിഷ്യൻസ് ആയാലും ആക്ടിവിസ്റ്റ് ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ 2 തരത്തിലാണ് ഇത് സജീവമായിട്ടുള്ള ഇങ്ങനെ 2 തരത്തിലുള്ള സാധ്യതകളാണുള്ളത് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ ആദ്യം ഒരു വിഭാഗം പറയുന്നത്, ജെൻഡർ തിയറീസ് പറയുന്നത്, സൈദ്ധാന്തികർ പറയുന്നത്, സ്ത്രീ പഠനത്തിൽ അല്ലെങ്കിൽ ലിംഗഭേദ പഠനങ്ങളിൽ സൈദ്ധാന്തികർ പറയുന്നത്, ഒരു വിഭാഗം പറയുന്നത് എസെൻസ് ആണെന്നുള്ളതാണ്, എസെൻഷ്യലിസമാണ്, എസെൻഷ്യലിസ്റ്റ് മോഡ് ഓഫ് തിങ്കിങ്. എസെൻഷ്യലിസ്റ്റ് ആയിട്ടാണ്, എസെൻസ് ആണ് ജെൻഡർ. എസെൻഷ്യലിസ്റ്റ് പറയുന്നത് ജെൻഡർ എന്നുള്ളത് മനുഷ്യർക്ക് വുമൺ എസെൻസ്, മാൻ എസെൻസ്, ഇങ്ങനെയുള്ള ആ ഒരു എസെൻസ് തന്നെയുണ്ട്, ക്വാളിറ്റി തന്നെ അവരിലുണ്ട്. സ്ത്രീ ആകാനുള്ള ക്വാളിറ്റി, എസെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സത്താവാദികൾ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് ഒരു സത്ത് ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ഓരോ അണുവിനും അതുണ്ട് അല്ലേ. അത് ഞാൻ പാരലായി ആലോചിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു പുരുഷ സത്തയുണ്ട്, ഒരു സ്ത്രീ സത്തയുണ്ട്. ഇങ്ങനെയാണ് മനുഷ്യജീവികൾ. അപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള മനുഷ്യജീവികൾക്ക് സ്ത്രീ സത്തയും പുരുഷ സത്തയും ഉണ്ടെന്ന് അവർ വാദിക്കുന്നു, എസെൻഷ്യലിസ്റ്റ് വാദിക്കുന്നു. അപ്പം എസെൻഷ്യലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ സത്തയും പുരുഷ സത്തയും ഉള്ളവരായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മാറ്റത്തിനുള്ള സാധ്യതയും അതിലില്ല. ചെറുനാരങ്ങയെ ഒരിക്കലും നമുക്ക് വേറൊന്നാക്കാൻ പറ്റില്ല. സ്ത്രീ സത്ത ഉണ്ടെങ്കിൽ ആ സ്ത്രീ സത്തയെ ഒരിക്കലും നമുക്ക് വേറെ എന്തെങ്കിലും ആക്കി മാറ്റാൻ പറ്റില്ല സാമൂഹിക ജീവിതത്തിൽ. പക്ഷെ അത് അങ്ങനെയാണോ എന്ന് ചിന്തിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം ഇതേ മനുഷ്യജീവികൾക്ക് തന്നെയുണ്ട്. അപ്പം ഇങ്ങനെ എസെൻഷ്യലിസത്തിൻ്റെ ഒരു പാത ചെന്നെത്തുന്നത് പലപ്പോഴും ബയോളജിക്കൽ ഡിറ്റർമിനിസത്തിൽ ആയിരിക്കും. അത് ഏറ്റവും അതിക്രമ സ്വഭാവമുള്ളത്. നമ്മൾ ചരിത്രം ബയോളജിക്കൽ ഡിറ്റർമിനിസത്തിൻ്റെ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് പോകണ്ട. അത് ഏറ്റവും അതിക്രമ സ്വഭാവമുള്ള ഒരു വിശകലനമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആളുകൾ തമ്മിൽ വെറും അടി മാത്രമായിട്ട്, അക്രമം മാത്രമായിട്ട്, അല്ലെങ്കിൽ കൊയേഴ്സീവായിട്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ സ്ത്രീ സത്തുണ്ട്, നിങ്ങൾക്ക് വേറൊരാൾ പ്രേംകുമാറിന് പുരുഷ സത്തുണ്ട് പറഞ്ഞ് നിന്നാൽ അപ്പോൾ ഇതുണ്ടാക്കുന്ന വ്യത്യാസം, സാമൂഹികമായി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അധികാര വിധേയത്വ ശ്രേണികളിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് മാറണമെങ്കിൽ ഒരു സാധ്യതയില്ല. വിധി വിഹിതമേവനും ആർക്കും മാറ്റാൻ പറ്റില്ല എന്നുള്ള പോലെ ആയിട്ട് മാറും അത്. അപ്പോൾ എസെൻഷ്യലിസം അത്തരത്തിലുള്ള വിമർശനം വളരെയധികം അവർ വിമർശന വിധേയരായിട്ടുണ്ട്. എസെൻഷ്യലിസ്റ്റ് തിയറീസ്, സൈദ്ധാന്തികർ അത്തരത്തിൽ വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. എസെൻഷ്യലിസത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ എസെൻഷ്യലിസവും സോഷ്യൽ കൺസ്ട്രക്ഷനിസവും ഉണ്ട്. 2 തരത്തിലാണ് ജെൻഡറിനെ കുറിച്ചുള്ള തിയറൈസേഷൻ്റെ ശ്രമങ്ങൾ പ്രധാനമായി വന്നത്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് പറയുന്നത് ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. ഇത് പൊതുവേ ഇപ്പോൾ സാമാന്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വമാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ്. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നാണ് എല്ലാവരും പഠിപ്പിക്കുമ്പോൾ. കുട്ടികളെ ലിംഗഭേദത്തെ പറ്റിയോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ആദ്യം പറയുക ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. പക്ഷേ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അത് ഒരാളിലേക്ക് അല്ലെങ്കിൽ കുറേ ആളുകളിലേക്ക് മാറി നമുക്ക് തന്നെ
മാറി നിൽക്കാനാവുന്ന വിധം അത്ര എളുപ്പമാണോ അത്? സോഷ്യൽ കൺസ്ട്രക്ഷൻ നമുക്ക് പുറത്താണോ സംഭവിക്കുന്നത്? നമ്മൾ അതൊരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക നിർമ്മിതി ആരാണ് ഉണ്ടാക്കുന്നത്? ഈ സാമൂഹിക നിർമ്മിതി ആരാണ് പുനരുൽപ്പാദിപ്പിക്കുന്നത്? ഈ സാമൂഹിക നിർമ്മിതിയെ ആരാണ് ഇത്രയ്ക്ക് കഠിനമായി നിലനിർത്തുന്നത്? ഈ വിധേയത്വങ്ങളെ, ഈ വിധേയത്വ മാതൃകകളെ, ഈ വിധേയത്വ സ്വഭാവങ്ങളെ, ഈ വിധേയത്വ മനോഭാവങ്ങളെ ഇതൊക്കെ ആരാണ് നിലനിർത്തുന്നത്? ഓരോ മനുഷ്യർക്കും ഇടപെടുന്ന ഓരോ മനുഷ്യജീവിയും അതിലേക്ക് കൃത്യമായി അവരവരെ സമർപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നിലനിർത്തുന്നത്. അപ്പം ഇങ്ങനെ നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം മതിയാവില്ല. അതായത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? മറ്റേ ബയോളജിക്കൽ ഡിറ്റർമിനിസത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പറഞ്ഞു. സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ മാറാതെ, വ്യവസ്ഥിതി മാറാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന അത് വീണ്ടും വിധിയിലേക്ക്, വിധി സ്വഭാവത്തിലേക്ക്, അതായത് സിസ്റ്റം മാറാതെ ഞാനെന്ത് ചെയ്യും? ഞാനത് സഹിക്കന്നെ, ഇതെൻ്റെ വിധി, അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നാലോചിക്കുന്ന ഒരു പ്രതികൂലസ്ഥയെ അല്ലെങ്കിൽ പ്രതികൂലസ്ഥരെ സംബന്ധിച്ചിടത്തോളം, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പീഡിതരെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ പോലെ തന്നെ. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നതിലും ഇപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, മനുഷ്യ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതൊരു നിർമ്മിതിയായി മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അടുത്തതായി പറയുന്നത്. അപ്പോൾ ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന് പകരം ജെൻഡർ ഈസ് പാർഷ്യലി സോഷ്യലി കൺസ്ട്രക്റ്റഡ്, അത് ഉറപ്പാണ് നമുക്ക്. ജെൻഡർ എന്നത് മനുഷ്യരെ ഇങ്ങനെ ഈ രീതിയിൽ ഇന്ന രീതികളിലാക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും ഇത് ഭാഗികമായി സാമൂഹികമായിട്ട് തന്നെയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, പ്രസവമായാലും ഗർഭധാരണമായാലും വിവാഹമായാലും മുലയൂട്ടയായാലും എന്ത് കാര്യമായാലും ഇത് ആകെ പ്രസവിക്കുന്ന പ്രക്രിയയും മുലയൂട്ടുന്ന പ്രക്രിയയും മാത്രമേ സ്ത്രീക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് നിലവിൽ സാധാരണ സന്ദർഭങ്ങളിലുള്ളൂ. ബാക്കിയൊക്കെ മീഡിയേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്തരം മീഡിയേഷൻസിലൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരുന്നത്. ഭാഗികമായി സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആവുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഭാഗികമായി നമ്മൾ തന്നെ സ്വപ്രതിഫലനാത്മകമായി നമ്മളെ ഉണ്ടാക്കുന്നത് കൂടിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാമെങ്കിൽ, അതിലേക്ക് നമുക്ക് എത്താമെങ്കിൽ, അത് നമുക്ക് ആലോചിക്കാമെങ്കിൽ, അങ്ങനെ തമ്മിൽ തീരുമാനിക്കാമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ സ്പഷ്ടമായി പ്രകടമാകുന്നതും ജീവിത സാഹചര്യങ്ങളെ ഇഴപിരിച്ചന്വേഷിക്കുമ്പോൾ ഏറെ സങ്കീർണതകൾ ഉള്ളടങ്ങുന്നതുമായ ഒരു നിർമ്മിതിയാണ് ലിംഗഭേദം എന്ന് നമ്മൾ ആദ്യമേ സംസാരിച്ചു വെച്ചല്ലോ. ഇത് സ്വപ്രതിഫലനാത്മകമായി നിർമ്മിക്കപ്പെടുന്നതും സാമൂഹികമായി മാത്രം ഫലവത്താകുന്നതും സ്വപ്രതിഫലനത്തിലൂടെ പ്രവർത്തന നിരതമാകുന്നതുമാണ്. നമ്മളെ തന്നെ അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാധ്യസ്ഥമാവും. ലിംഗഭേദം, ലിംഗഭേദാധിഷ്ഠിത റോളുകൾ, ബന്ധങ്ങൾ, സ്വത്വം, തന്മ, സാമൂഹികത, ലിംഗഭേദ അവബോധം തുടങ്ങി നിരവധി മേഖലകളെ ഇത് വിശകലനാത്മകമായിട്ട് അന്വേഷിക്കാനും ആലോചിക്കാനും നമ്മളെ ബാധ്യസ്ഥരാക്കും. സാമാന്യബോധമനുസരിച്ച് ലിംഗഭേദം മനുഷ്യജന്മത്തെ അഥവാ ജനനത്തെ അടിസ്ഥാനമാക്കിയുള്ള ആൺ പെൺ വിഭജനമായി മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ ഇത് സാമൂഹികവൽക്കരണം, സ്ഥാനീകരണം, ആശയരൂപീകരണം, അനുഭവങ്ങൾ, സാംസ്കാരിക മാധ്യസ്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും തൊട്ടറിയാനാവുന്ന വിധം വർത്തമാനാവസ്ഥയിലുണ്ട്. ചാക്രിക പ്രക്രിയകളിലൂടെ ഓരോ സാമൂഹിക സ്ഥാപനത്തിൻ്റെയും സംഘാടനത്തിലും മനുഷ്യജീവികളുടെ സ്വത്ത് രൂപീകരണത്തിലും സ്വത്ത് പ്രകാശനത്തിലും ഇഴചേർന്നിട്ടുള്ളതുമാണിത്. സ്വത്വത്തെ നിർവചിക്കുന്ന പ്രക്രിയയിൽ ശരീരം പങ്കുവഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ. അതായത് നിങ്ങളുടെ സ്വത്വം സ്ത്രീ സ്വത്വമാണ് അല്ലെങ്കിൽ പുരുഷ സ്വത്വമാണ് എന്നൊക്കെ വിശദീകരിക്കുന്നതിൽ ശരീരം പങ്കുവഹിക്കുന്നുണ്ടാകാം. എന്നാൽ പിന്നീട് ഈ നിർവചിക്കപ്പെട്ട ശരീരം, സ്ത്രീ ശരീരം അല്ലെങ്കിൽ പുരുഷ ശരീരം അല്ലെങ്കിൽ ഏതോ ശരീരം ഏതുമാകട്ടെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ലിംഗഭേദ മാതൃകകൾ ഇപ്പോൾ നിലവിൽ സാധ്യമാണ്. അപ്പം ഇവയെല്ലാം നമ്മൾ പിന്നീട് ഈ ശരീരം പ്രവർത്തനക്ഷമമാവുന്നത് ഈ നിർവചനം അടിസ്ഥാനാക്കിയിട്ട് മാത്രമല്ല. അതായത് ഒരാളുടെ ലിംഗത്വം ഇന്നതാണ് എന്നുള്ളത് കൊണ്ടല്ല ആൾ ചിരിക്കാൻ പാടില്ലാത്ത ആളാവണത്. ഒരാളുടെ ലിംഗത്വം
ഇന്നതാണ് എന്നുള്ളത് കൊണ്ടല്ല ആ ആൾ സാമൂഹികമായിട്ട് പുറത്ത് കരയാൻ പാടില്ലാത്ത ആളായി മാറുന്നത്. അത് വേറൊരു സംഭവമാണ്. അത് ലിംഗഭേദം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വേറെ ചില ആരോപണങ്ങളും ഗുണങ്ങളുമാണ്. അതായത് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇന്ന അവയവങ്ങളുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന ആള്, പുരുഷൻ, സ്ത്രീ, ഇപ്പം അതുകൊണ്ടല്ല നിങ്ങൾ ചിരിക്കരുത് ഉറക്കേന്ന് പറയാം. അത് വേറൊരു സംഭവമാണ്. ഇത് ഒന്നാണെന്ന് വിചാരിക്കുന്നു തൊട്ട് അത് അപകടമായി. സെക്സ്, ജെൻഡർ ഒന്നാണെന്ന് വിചാരിക്കുന്നു തൊട്ട് നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധരിച്ചറിവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. ലിംഗഭേദം സാമൂഹികമായി ലിംഗത്വത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തനക്ഷമമാകുന്നു. ഫലത്തിൽ പുരുഷന് അധികാരം, അന്തസ്സ്, സ്ത്രീക്ക് വിധേയത്വ റോളുകൾ എന്ന രീതിയിൽ ലിംഗഭേദ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു പ്രത്യേക രീതിയിൽ ഘടനാവൽകൃതമാണ്. എന്നാലും മാറ്റം അസാധ്യമാക്കുന്ന രീതിയിൽ നിർണയിക്കപ്പെട്ടതല്ല ലിംഗഭേദം. ഒരേ സമയം ഈ മേൽകീഴ് ശ്രേണീവൽക്കരണങ്ങളിലൂടെ അസമത്വം അനുഭവിക്കുന്ന, അതുവഴി അസമത്വം ഉണ്ടാക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ ഇത് സ്വാഭാവികമാണെന്ന വിശ്വാസത്തിൽ സംശയലേശമന്യേ ഈ ഘടനാവൽക്കരണത്തെ സ്വീകരിക്കുകയും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് അസന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള അടിസ്ഥാനമാകുന്നു. ഇത് ഏത് ജീവിത സന്ദർഭം വെച്ചും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരാൾ ഞാൻ ഇതാണ് ഇതല്ല എന്ന് ആലോചിക്കുന്നതിന് മുൻപ് ഞാൻ ഇതാണ് എന്ന് ആക്കിക്കഴിഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഒരിക്കൽ രൂപീകൃതമായാൽ പിന്നെ അത് മാറാൻ പറ്റാത്തതാണെന്നുള്ള നിലയ്ക്ക് അല്ല ലിംഗഭേദം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ലിംഗഭേദം പ്രവർത്തനക്ഷമമാവുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം. കാരണം പലതരത്തിലുള്ള ലിംഗഭേദാവസ്ഥകൾ സാധ്യമാണ് എന്ന് ഇന്ന് പൊതുവെ ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ചും ആൾക്കാർ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഓറിയൻറ്റേഷനോടുകൂടി ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിംഗഭേദം എന്നത് സ്വപ്രതിഫലനാത്മകമായി കൂടി ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. അത് നമ്മെ പുറത്തുനിന്ന് ഇങ്ങനെ ആക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അകമേ എടുത്ത് അത് നമ്മൾ തന്നെ ഇന്റേണലൈസ് ചെയ്തു കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു ബഹിസ്ഥലം ഉള്ളപ്പോൾ തന്നെ, ഒരു എക്സ്റ്റീരിയോറിറ്റി ഉള്ളപ്പോൾ തന്നെ, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പുറമുള്ളതുപോലെ തന്നെ ഒരു ആന്തരികമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വത്വപരമായ ഒരു അകം നമ്മളുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ അതുകൂടി കൂടിയിട്ടാണ് നമ്മെ ഈ രീതിയിൽ സോഷ്യലാക്കുന്നത് എന്നർത്ഥം. അപ്പം സാമൂഹികമായി മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലിംഗഭേദം എന്നുള്ളത്. ഇതിനെപ്പറ്റി കുറേ വിമർശനങ്ങളും കുറേ അധികം വിശകലനങ്ങളും നടന്നു കഴിഞ്ഞിട്ടുള്ളൊരു കാലത്താണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പരിമിതമായ ഒരു കാര്യം, ഇത് ലിംഗഭേദം എന്നത് ഒരു എസൻസ് അല്ല. ലിംഗഭേദം എന്നത് പരിപൂർണമായും സാമൂഹിക നിർമ്മിതിയുമല്ല. എന്നാൽ ലിംഗഭേദം എന്നത് സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതും നമ്മളത് ഓരോ മനുഷ്യജീവിയും അത് സ്വപ്രതിഫലനാത്മകമായി സ്വീകരിക്കുന്നതുമാണ്. സ്വപ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യരുണ്ടോ എന്നുള്ള ആ തെളിവ് അത്രയേ ഉള്ളൂ. നമ്മൾ തട്ടിപ്രതിഫലിക്കുന്നു അല്ലേ, നമ്മുടെ തലയിൽ തട്ടി പ്രതിഫലിക്കുന്നു. അതായത് ഒരു തലച്ചോറുണ്ട് മനുഷ്യന്. ഈ തലച്ചോറ് വെച്ചാണ് മനുഷ്യരിങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ബോധമുണ്ടാക്കുകയും ബുദ്ധിപരമായി ഇടപെടുകയും താർക്കികമായി ഇടപെടുകയും നമ്മളുടെ യുക്തി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് യുക്തിവാദി സംഘത്തോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അതായത് സ്ത്രീകൾക്ക് വികാരങ്ങൾ, പുരുഷന്മാർക്ക് യുക്തി എന്ന് പറയുന്ന ഒരു വളരെ വിഭജിതമായ ഒരു ലോകം നമ്മുടെ മുൻപിലുണ്ട്. പരമ്പരാഗതമായൊരു ലോകം. അതിനെയൊക്കെ അങ്ങേയറ്റം തകർക്കാൻ ശ്രമിച്ചും അല്ലെങ്കിൽ ചെറുത്തും എതിർത്തുമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു സംഘം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതും സാധ്യമാണ്, ഇങ്ങനെ ഒരു ലോകം സാധ്യമാണ് എന്നുള്ള രീതിയിലുള്ള ജീവിതം തുടർന്നു പോരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് ഉറപ്പാണ് ഈ ബുദ്ധി, യുക്തി എന്നതൊക്കെ സ്ത്രീകൾക്കും സാധ്യമാണെന്നുള്ളത്. മിനിമം നമ്മുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ കുറച്ചു മുമ്പ് കുക്കു പറഞ്ഞതുപോലെ നമ്മൾ ആരുമായാണോ കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ ആരെയാണോ പരിഗണിക്കുന്നത്, സ്വന്തമായി സ്വീകരിക്കുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ചാൽ മതി നമ്മൾ എന്തൊക്കെ അർത്ഥഗണങ്ങളാണ് നമ്മുടെ ജീവിതത്തെപ്പറ്റി നമ്മുടെ തലയിലുള്ളത് എന്നുള്ളത് തെളിയാൻ. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു. നിങ്ങൾ സമയമായോ? കുറേ ആയോ? സമയം എത്രയും? ഇനിയിപ്പോൾ പ്രശ്നമില്ല അല്ലേ? ചിലരൊക്കെ ഊണ് കഴിച്ചില്ലേ അല്ലേ? മനുഷ്യരിപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ കേരളത്തിൽ പൊതുവെ സാക്ഷരത ഏറ്റവും അധികമുള്ളൊരു ഇടമാണ്. ഈ സാക്ഷരത പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, സാക്ഷരരാകുന്നത് നമ്മൾ എന്തിലേക്കാണെന്നുള്ളത് നമ്മൾ എപ്പോഴും
ആലോചിച്ചും അന്വേഷിച്ചും കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ അർത്ഥത്തിൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ടും അല്ലെങ്കിൽ വിമർശന വിധേയമാക്കിക്കൊണ്ടും മുന്നേറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും പരമ്പരാഗതമായ സ്വഭാവങ്ങൾ, ഏറ്റവും പരമ്പരാഗതമായ രീതികൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നിങ്ങളെ ആ രീതിയിൽ നിങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു സാധ്യത ആയിട്ട് അത് മാറും. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയത ഉറപ്പാക്കുന്ന ഒരു സ്വഭാവം ഇതിന് ഉണ്ട്. ലിംഗഭേദത്തെ പറ്റിയിട്ടുള്ള പഠനങ്ങൾക്കും അല്ലെങ്കിൽ യുക്തിബോധത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകൾക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മനുഷ്യരുടെ വിധേയത്വങ്ങൾ ഇല്ലാതാകണമെങ്കിൽ, മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാവണമെങ്കിൽ, മനുഷ്യരുടെ പീഡനങ്ങൾ, മനുഷ്യർ അനുഭവിക്കുന്നതും അനുഭവിപ്പിക്കുന്നതുമായ പീഡനങ്ങൾ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ നമ്മളെ പരിഷ്കരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മാറ്റിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പരിസരത്തിൽ നിന്ന് വേണം നമ്മൾ നമ്മളെ പ്രശ്നവൽക്കരിക്കാൻ. അല്ലാതെ നമ്മൾ സ്വീകരിക്കുക, തരുന്നത് എന്തും സ്വീകരിക്കുക, കിട്ടുന്ന എന്ത് വിദ്യാഭ്യാസമായാലും അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് രാമരാജ്യത്തിലേക്കോ അല്ലെങ്കിൽ രാമപ്രീണനങ്ങളിലേക്കോ ഒക്കെ ആവും എത്തുക. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിത ക്രമത്തിൻ്റെ ഒരു സ്വഭാവമാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം മാറാനിടയില്ലാത്ത വിധം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കുറേ പരമ്പരാഗതമായി ആചരിക്കപ്പെട്ട കാര്യങ്ങൾ അതെന്തിന് സ്വീകരിക്കണം എന്ന് നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. എന്തിന് രാമരാജ്യം വരണം? അങ്ങനൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. രാമരാജ്യം വരണം എന്ന് ആര് പറഞ്ഞാലും എന്തിന് രാമരാജ്യം വരണം? എന്തിന് മര്യാദ പുരുഷോത്തമരായിട്ടുള്ള അഭിനവ പുരുഷ ലോകം ഉണ്ടാകണം? തിരിച്ചു ചോദിക്കാമല്ലോ. അഭിനവ പുരുഷർ മാത്രമുള്ള ഒരു ലോകം എന്തിനുണ്ടാവണം? എന്തിന് പൗരുഷം മാത്രം ആഘോഷിക്കപ്പെടണം? എന്തിന് രാജവംശങ്ങൾ നിലനിൽക്കണം? എന്തുകൊണ്ട് ജനാധികാരം ഇവിടെ സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ജനായത്ത ശക്തികൾ രൂപീകരിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യർ ജനാധികാരത്തിന് വേണ്ടി നിൽക്കുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യർ മതാതീതമോ മതേതരമോ ആയി ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യർ ഈ ജാതി ഇന്ന് ഇവിടെ വേണ്ട, ഇതുവരെ ഉണ്ടായ ആചാരങ്ങൾ ഇവിടെ വേണ്ട, ഈ ആചാരങ്ങൾ പണ്ടുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് സ്വീകരിക്കുകയോ ആവർത്തിക്കുകയോ നിലനിർത്തുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്നിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറില്ല, എൻ്റെ സജ്ജത അവിടെയല്ല, അങ്ങോട്ടല്ല, ഇത് മാറണം എന്ന രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായി വരുന്ന, ഏറ്റവും കൂടുതൽ നിമിഷം തോറും പ്രസക്തമായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ പരമ്പരാഗത നാമജപ സാധ്യതകളിലേക്ക് പിന്മടങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും എല്ലാവിധ മനസ്ഥിതിയും നിലവിലുള്ള ഒരു ലോകമാണിതെന്ന് നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. മനസ്ഥിതി, ആ അർത്ഥത്തിൽ മനസ്ഥിതി എന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിശകലന സംവർഗമായി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. മനസ്ഥിതി ഒരിക്കലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ആൾക്കാർ ഇതിനോട് അഡാപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു വാക്കിനോട് അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യത്തോട് ഒരു ക്യാപ്ഷനോട് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത്? ഇത്ര അനുകൂലന സ്വഭാവം ഉണ്ടാകുന്നത് മനുഷ്യരിൽ? ഇത് മനുഷ്യരുടെ തലച്ചോറിൽ ഏറ്റവും അടിസ്ഥാനമായി ഖരവൽകൃതമായി കിടക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടായതുകൊണ്ടാണ്. ഈ മനസ്ഥിതിയെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പരമ്പരാഗത മനസ്ഥിതിയെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ഈ ലിംഗഭേദവുമായി ബന്ധപ്പെടുത്തി തന്നെ ആലോചിക്കുകയാണ്, അതിൻ്റെ സങ്കല്പന സാധ്യതകളുമായി ബന്ധപ്പെടുത്തി തന്നെ ആലോചിക്കുകയാണ്. പരിമിതമായി 3 തരത്തിൽ നിങ്ങൾക്ക് ലിംഗഭേദവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാം. 3 തരത്തിലുള്ള രാഷ്ട്രീയതയുണ്ട്. സാമൂഹിക ജീവിതത്തിൽ 3 തരത്തിലുള്ള രാഷ്ട്രീയത സാധ്യമാണ്. 1, ഇതുവരെ നിലനിന്ന അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലനിർത്തുന്ന അതേ തരത്തിലുള്ള അധികാര വിധേയത്വ മാതൃകകൾ അതേപടി തുടരുന്നത്. അത് പരമ്പരാഗത സോക്കാൽ രാമരാജ്യ സങ്കല്പങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടെത്തിക്കാവുന്ന ഒന്ന്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഇത് കുറച്ച് മുമ്പ് ആരോ സംസാരിച്ചപ്പോൾ ഞാനത് ആലോചിച്ചു. ഒരു ശ്യാമാണോ എന്നറിയില്ല, അനൂപാണോ എന്നറിയില്ല. അതായത് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഒത്തിരി പരിഷ്കരിച്ച് മുന്നോട്ട് പോയാൽ മതി
വലിയ കുഴപ്പമൊന്നുമില്ല, രാമരാജ്യം വന്നോട്ടെ, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോയാൽ മതി. കുറച്ച് നമ്മൾ നാമജപമൊക്കെ നടത്തിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വൈകുന്നേരം കുറച്ച് രാമ രാമ എന്നൊക്കെ പറയാം, വേണമെങ്കിൽ 4 വിളക്കൊക്കെ കൊളുത്തി വെക്കാം, 5 തിരിയുള്ള വിളക്ക് ഉച്ചയ്ക്ക് തന്നെ വെക്കാം, അതൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പോകാം എന്ന് ധരിക്കുന്ന ഒരു രീതി, അതും ഒരു രാഷ്ട്രീയ സ്വഭാവമാണ്, അതും ഒരു രാഷ്ട്രീയതയാണ്. ഇത് 3 തരത്തിലുള്ള രാഷ്ട്രീയത സാധ്യമാണ് ഒരേ വിഷയത്തോട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് പറയുന്നത് തന്നെയാണ്. ഇത് വളരെ കൃത്യമായി ഇത് അടിസ്ഥാനരഹിതമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ചർച്ചയാണ് എന്നുള്ളതും, ഇത് ശരിയല്ല എന്നും, ഇത് നമ്മുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ, നമ്മുടെ ജീവിതത്തിലെ അധികാര വിധേയത്വ ബന്ധങ്ങളെ അതുപോലെ നിലനിർത്താൻ മാത്രമേ സഹായിക്കൂ, അതിന് മാത്രമേ ഉതകൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതി, ആ രാഷ്ട്രീയ രീതി എന്ന് ഈ യുക്തിവാദി സംഘമടക്കം എന്ന് സ്വീകരിക്കുന്നുവോ അന്ന് ഒരുപക്ഷെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ സാമൂഹികതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്നെ ഇങ്ങനെ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വർത്തമാനം സഹിച്ചതിന് നിങ്ങളോടുള്ള അഗായിരവമായ നന്ദിയും സ്നേഹവും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സന്തോഷം. എനിക്കറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരുപക്ഷെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകാനിടയുണ്ടോ എന്നുള്ളത് അവരവർ തന്നെ ആലോചിക്കേണ്ടതാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചോദ്യത്തിൻ്റെയോ ഉത്തരത്തിൻ്റെയോ തലത്തിലല്ല, ഒരു നമ്മൾക്ക് തന്നെയുള്ള ചില തെറ്റിത്തിരിച്ചറിവുകളെ എങ്ങനെ പരിശോധിക്കണം എന്ന തലത്തിൽ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് എൻ്റെ കൂടെ ഉള്ളവരോട്, ഹന്ത കൈക്കൊള്ളാം തള്ളാം. ആ ഹന്ത കൈക്കൊള്ളാം തള്ളാം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. കാരണം ജനാധിപത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അതർ ചെയ്യാതെ എന്നെപ്പോലെയുള്ള ഒരു ജീവിയാണ് മറ്റാളും എന്ന് സങ്കല്പിച്ചുകൊണ്ടേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇത് നിൽക്കാൻ പറ്റില്ല. അതർ എപ്പോഴും അതിക്രമത്തിൻ്റെ സ്വഭാവമേ കാണിക്കുള്ളൂ. ഞാൻ ചെയ്യുന്നു, നിങ്ങളെ ചെയ്ത് നിർത്തിയാൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്ത് നിർത്തുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യജീവിയാണ് എന്ന സങ്കല്പനത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കാനും അത്തരത്തിൽ സംവദിക്കാനും അതുണ്ടാക്കുന്ന ശ്രദ്ധയിലും ജാഗ്രതയിലും അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിയിലും അതുണ്ടാക്കുന്ന മനോഭാവത്തിലും അതുണ്ടാക്കുന്ന ചിന്താപദ്ധതികളിലും ബന്ധങ്ങളിലും ഇടപെടലുകളിലും പ്രയോഗങ്ങളിലും ഘടനാവൽക്കരണങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. അങ്ങനെ മാറി വന്നിട്ടുള്ള ഒരു സാമൂഹിക ക്രമം തന്നെയാണ് നമുക്കുള്ളത്. അല്ലാതെ ഒരിക്കലും മാറ്റത്തിന് വിധേയമല്ലാത്ത സാമൂഹിക ക്രമീകരണങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല തന്നെ. അപ്പോൾ സാമൂഹിക ക്രമീകരണങ്ങൾ അതേപടി തുടരണമെന്നത് ഒരു രാഷ്ട്രീയ ആശയമാണ്. സാമൂഹിക ക്രമീകരണങ്ങൾ ഇപ്പം നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല, അത് പരിഷ്കരിച്ചാൽ മതി എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ ആശയമാണ്. എന്നാൽ പരമ്പരാഗതമായി അധികാര വിധേയത്വ റോളുകളെയും ശ്രേണികളെയും ബന്ധങ്ങളെയും ഉണ്ടാക്കുന്ന സാമൂഹിക ക്രമീകരണങ്ങൾ അതിൻ്റെ വേരിൽ തന്നെ മാറണമെന്ന് ചിന്തിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ ചിന്താ പദ്ധതിയാണ്. ഏത് രാഷ്ട്രീയം നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തിരിച്ചറിവിനെ മാറ്റും, നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റും, നിങ്ങളുടെ ഇൻ ദ സെൻസ് എൻ്റെയും നമ്മുടെ ജീവിത മാതൃകകളെ മാറ്റും, നമ്മുടെ സാമൂഹിക ജീവിതത്തെ മാറ്റും. സന്തോഷം, സ്നേഹം.